ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് നാദാപുരത്ത് കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റതായി വിവരമുണ്ട്. റമീസ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. റമീസ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിദ്യാർത്ഥികളടക്കം 40-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം പുറത്തുവരുന്നു. കാവ്യ, ഇന്ന് രാവിലെ 7:05 ഇത്തരത്തിലൊരു അപകടം നടന്നത്. കൈവേലിയിൽ നിന്ന് ഗുരുവായൂരേക്ക് പോകുന്ന KSRTC ബസ്സും വടകരയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്ക് വരുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും തന്നെ ഈ ഉദ്യോഗസ്ഥരും തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു അപകടമാണ് സ്ഥലത്ത് നടന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏകദേശം 40ഓളം പേർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടാണ് ഈ KSRTC ബസ്സിൻ്റെ ഡ്രൈവറെ പുറത്തെത്തിച്ചത്. 3 പേർക്ക് ഗുരുതര പരിക്കോടെ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തിൻ്റെ കൂടുതൽ വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും വലിയൊരു അപകടമാണ് സ്ഥലത്ത് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകളുമായി ഗുരുവായൂരേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും അതുപോലെ തന്നെ സ്വകാര്യ ബസ്, ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന സ്വകാര്യ ബസ്സാണ്. നിരവധി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തന്നെ ബസ്സിലുണ്ടായിരുന്നു. എന്നാൽ മറ്റ് വലിയ മരണങ്ങളൊന്നും തന്നെ ഈ അപകടത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഈയൊരു 3 പേർക്ക് ഗുരുതര പരിക്കോടുകൂടി ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥലത്ത് ഒരു അമിത വേഗതയ്ക്കുള്ളൊരു സാധ്യത നിലവിൽ ഇല്ല എന്നാണ് സമീപ പ്രദേശത്തുള്ളവർക്കും തന്നെ നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാവ്യ.